ഹായ് അസ്സലാമു അലൈക്കും കിസൽ കസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് പെരുന്നാളിൻ്റെപ്പം കൊട്ടയപ്പമാണ്. കാസർഗോഡ് സ്പെഷ്യലാണിത്. അപ്പോൾ നമുക്ക് കൊട്ടയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതും ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. പെരുന്നാളിൻ്റെപ്പം എല്ലാം സെയിൽ ചെയ്യുന്നുണ്ട്. എല്ലാം ഒരുവിധമെല്ലാം ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെയിൽ ചെയ്യുന്നതെല്ലാം ഞാൻ ഇതിലേക്ക് വീഡിയോ എടുത്തിട്ട് അറിയാത്ത ആൾക്ക് അത് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട്. 6 മുട്ടക്ക് പിന്നെ 1 കപ്പ് മിൽക്ക് മെയ്ഡ് ടിന്നിൽ പഞ്ചസാര എടുത്തിന്, പിന്നെ ഒരു നുള്ളു ഉപ്പ്, ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു നുള്ളു കളറും ഇട്ട് കൊടുക്കുന്നുണ്ട്, യെല്ലോ കളറ്. അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അത് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേറെ ഒന്നുമില്ല, ഇത് മൈദ ഇട്ടിട്ട് നമുക്ക് ചപ്പാത്തി കുഴക്കും പോലെ കുഴച്ചെടുത്താൽ മതി. അത് പിന്നെ അളവൊന്നുമില്ല, നമുക്ക് എത്രയിലേക്ക് ആവശ്യമുള്ള മൈദ അത്ര ഇട്ടിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കാം, നല്ല കട്ടിയിൽ തന്നെ കുഴച്ചെടുക്കാം. പിന്നെ സോഫ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് കുറച്ച് മറ്റേ കേക്കപ്പം പോലെയല്ല, കുറച്ച് നല്ല ഹാർഡായിട്ട് തന്നെ, നല്ല കട്ടിയിൽ നല്ല ഇതായിട്ട് തിന്നാൻ പിള്ളേരെല്ലാം ഉണ്ടാകുന്നു. പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇത്. നല്ല കട്ടിയിൽ ഇങ്ങനെ കടിച്ചിരിങ്ങനെ പൊട്ടിച്ച് തിന്നുന്നില്ലേ, അങ്ങനെ വലിയ പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഇത്. അപ്പോൾ ഇതിനൊന്ന് പരത്തിയിട്ടെടുക്കണം. അപ്പോൾ ചപ്പാത്തിനാട്ടിയും കുറച്ച് തിക്കായിട്ട്, ചപ്പാത്തീൻ്റെ അത്ര തിന്നല്ല, കുറച്ച് തിന്നായിട്ട് പരത്തിയിട്ടെടുക്കേണ്ടത്. അപ്പോൾ ഇത് ഇത് ഇത്ര ഇതാക്കണം, നല്ലോണം കട്ടിയായി പോണ്ടാം. എന്നിട്ട് ഇതിനെ എന്താക്കണമെന്ന് പറഞ്ഞെങ്കിൽ, ഞാനിപ്പോൾ കേക്കിൻ്റെ നോസിലില്ലേ അതിൽ ആക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഹോസ്പിറ്റൽ മരുന്നെല്ലാം കിട്ടുന്നില്ലേ, കഫ് സിറപ്പിലെല്ലാം അതിൻ്റെ മൂടി ഉണ്ടാകുന്നില്ലേ, അതിൽ ആക്കിയിട്ട് എടുക്കാം. പിന്നെ അപ്പോൾ ഇതുപോലെ ഒരു ഹാഫ് മൂണിൻ്റെ ഷേപ്പിൽ, ഹാഫ് മൂണാണോന്നില്ല, കുറച്ച് അതിനായിട്ട് ചെറുത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ പിന്നെ കേട്ടുക. അപ്പോൾ പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എന്ത് പറഞ്ഞെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് തരാനെല്ലാം ഉപ്പ് പരിയിൽ പിള്ളേരെല്ലാം ഉണ്ടെങ്കിൽ കൂട്ടിക്കോ. അപ്പോൾ ആയിട്ടും കിട്ടും നമുക്ക്. പിന്നെ ഇത് ആ മൂടിയിൽ ആക്കുന്നത് ഇതുപോലെ ആയിട്ട് കിട്ടും. അത് നമുക്ക് കയ്യിലുണ്ടെങ്കിൽ കുപ്പിയെല്ലാം കളയുമ്പോൾ ഇങ്ങനത്തേനെല്ലാം എടുത്ത് വെച്ചെങ്കിൽ മതി. അപ്പോൾ നമുക്ക് പെരുന്നാളിൻ്റെ സമയത്തെല്ലാം കുറേ ഉണ്ടെങ്കിൽ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാക്കിയിട്ട് എടുത്തതിനെല്ലാം ഞാനിനി ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് എണ്ണ ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൊട്ടയപ്പം ചൂടാനൊന്നും ബുദ്ധിമുട്ടില്ല, പക്ഷേ ഈ കൊട്ട ഇങ്ങനെ മുറിച്ചിട്ടെടുക്കാനാണ് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ കുറേ ആളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒറ്റക്കെല്ലാം അപ്പോൾ കുറച്ച് പനിയാണ്. പിള്ളേരെല്ലാം ഉണ്ടെങ്കിൽ പിള്ളേരെല്ലാം കൂട്ടിയെങ്കിൽ പെട്ടെന്ന് ആക്കിയിട്ട് കിട്ടും. ഞാൻ മക്കളെല്ലാം കൂട്ടിയിട്ട് പെട്ടെന്ന് ആക്കിയിട്ട് എടുത്തിന്. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാ ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടാണ്. ഇനി ഇത് പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഒരു ബ്രൗൺ കളറല്ല, ലൈറ്റ് ഒരു ബ്രൗൺ ആകുന്ന സമയത്ത് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടണം, ഇല്ല ഉള്ളിൽ ബന്ധിട്ട് ഇട്ടല്ല പിന്നെ സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് കളറ് ആയിട്ടുണ്ടല്ലോ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയിട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എടുക്കുന്നത് ഞാൻ കിലോക്ക് 400. പിന്നെ ഇന്നലെ പൊരി ഉണ്ടതിൻ്റെ ഞാൻ ഇതാക്കിയിട്ടുണ്ടതിന്, അപ്പോൾ അതിൽ ഞാൻ എള്ള് ചേർത്തിട്ടുണ്ട്, അത് പറയാൻ പറഞ്ഞതിന്. പിന്നെ അതിൻ്റെ റേറ്റ് kg 450 ആക്കിയതിന്. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞെങ്കിൽ തേങ്ങക്ക് നല്ല വില കൂടിയിട്ടുണ്ട്. അത് ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ട്, അത് ആക്കിയെങ്കിലേ അത്ര അറിയൂ. പിന്നെ നമുക്ക് ഉണ്ടാക്കാനോ ആ ടൈം ഗ്യാസും കുറേ വേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മളെ കൊട്ടയപ്പം കാസർഗോട്ടാറ് കൊട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 2-3 മാസമെല്ലാം സ്റ്റോർ ചെയ്തിട്ട് വെക്കുക, എന്നും ആവേല, നല്ല ഹാർഡായിട്ടുണ്ടതല്ലേ, അപ്പോൾ എന്നും ആവേല. പിന്നെ പൊരിയുണ്ട് അങ്ങനെ 1 മാസമെല്ലാം, 1-2 മാസമല്ല. പിന്നെ തേങ്ങ ആയതുകൊണ്ട് അത്ര അല്ല, 1 മാസം എന്തായെങ്കിലും സ്റ്റോർ ചെയ്തിട്ട് വെക്കാം. അങ്ങനെ നമ്മളെ പൊരിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട്, പുതിയൊരു പെരുന്നാളിൻ്റെ അപ്പത്തിൻ്റെ വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.